മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഉയർപ്പ് കാലത്തിലെ 6-ാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ വായനയിലേക്ക് കടന്നു വരുമ്പോൾ മരിച്ചവരുടെ ഉത്ഥാനത്തെപ്പറ്റിയാണ് വിവരിക്കുന്നത് എങ്കിലും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എങ്ങനെയുള്ളവരാണ് നിത്യജീവൻ അവകാശമാക്കുക എന്നതാണ് വചനത്തിൻ്റെ കാതലായി നിലകൊള്ളുന്നത്. നിത്യജീവൻ അവകാശമാക്കാൻ ചില മാനദണ്ഡങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് എന്ന് ക്രിസ്തു ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു തന്നെ ഇവിടെ മാതൃകയാകുന്നുണ്ട്. വചനത്തിൻ്റെ ആരംഭത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതായത് പിതാവായ ദൈവത്തോട് പരിപൂർണ വിധേയത്വത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ ചിത്രീകരിക്കുക. പിതാവിനോട് ചേർന്ന് നിൽക്കുന്നത് വഴി, അവിടുത്തോട് പൂർണ്ണമായ അനുസരണത്തിലും വിധേയത്വത്തിലും നിലനിൽക്കുന്നത് വഴി ക്രിസ്തു മനുഷ്യപുത്രനായതുകൊണ്ട് തന്നെ വിധിക്കാനുള്ള അധികാരം ദൈവം ക്രിസ്തുവിന് നൽകുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ നോക്കുക. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവം ഏറ്റവും അധികം സ്നേഹിച്ച സമൂഹം. ദൈവിക സംരക്ഷണം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നിട്ടും പല സന്ദർഭങ്ങളിലും ആ സൗഭാഗ്യങ്ങളെ ഇല്ലാതാക്കി അനുസരണക്കേട് കാണിച്ച് സ്ഥാനങ്ങളും സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തുകയും എന്നാൽ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരാൻ അവരെ ശിക്ഷിക്കുകയും അടിമത്വത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിലാകട്ടെ, ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായി വാഴിക്കപ്പെട്ട സാവൂൾ അനുസരണക്കേട് കാണിച്ചതുമൂലം അദ്ദേഹത്തിൻ്റെ രാജകീയ അധികാരങ്ങൾ നഷ്ടപ്പെടുന്നതായും കാണുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് നിത്യജീവൻ അവകാശമാക്കാൻ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്: എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കണോ എങ്കിൽ നാം ചെയ്യേണ്ടത് ക്രിസ്തുവിനോടും പിതാവായ ദൈവത്തോടും ഒരുപോലെ ആദരവ് പ്രകടിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അതാണ് നിത്യജീവനിലേക്കുള്ള ഏക വഴി എന്ന് ക്രിസ്തു തന്നെ നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനോട് കാണിക്കേണ്ട വിധേയത്വം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടും സഭയോടും സഭാ ശുശ്രൂഷകരോടുമുള്ള ആദരവും അനുസരണവും കൂടിയാണ് ഉൾച്ചേർന്നത്. അതുപോലെ ദൈവത്തോടുള്ള വിധേയത്വം എന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പനകളും നിർദ്ദേശങ്ങളും കൃത്യമായി ജീവിതത്തിൽ പാലിക്കുക. അവർക്കുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് നിത്യജീവൻ. അതിൻ്റെ അനന്തരഫലമാണ് തുടർന്ന് നാം വായിക്കുന്നത്: നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഇന്നത്തെ എല്ലാ വായനകളിലും വളരെ പൊതുവായി കാണുന്നതും ഈ ഒരു വിഷയം തന്നെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നോഹയും പുത്രന്മാരുമായി ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. ഇനിമേൽ ഭൂമിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകില്ല എന്ന വാഗ്ദാനം നിറവേറ്റാൻ മഴവില്ല് അടയാളമായി നൽകുകയും ചെയ്യുന്നു. ആരായിരുന്നു ഈ നോഹ? വചനം പറയുന്നു, അവൻ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ, ദൈവത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ചവൻ. ഈ ഒരു കാരണത്താലാണ് മറ്റെല്ലാ ജീവജാലങ്ങളും നശിച്ചപ്പോഴും നോഹയും കുടുംബവും ജീവന്റെ മറുകരയിലെത്തിയത്. വീണ്ടും രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി വായിക്കുന്നുണ്ട്. ഭൂമിയിൽ ആ മനുഷ്യന്റെ ശരീരം അഴുകിത്തീരാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തെ അത്രമാത്രം സേവിച്ചും അവിടുത്തെ അനുസരിച്ചും ജീവിച്ചത് കൊണ്ടാണ് ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, സ്വന്തം ജഡ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുക, അതാണ് ജീവനിലേക്ക് നയിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വായനയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം എടുത്തു പരിശോധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അനുസരണത്തിൽ ജീവിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാവരോടും വിധേയത്വത്തിലും അനുസരണയിലും ജീവിക്കാൻ സാധിക്കാറുണ്ടോ? കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചാൽ മാർപ്പാപ്പയോടും മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസ സമൂഹത്തിലെ മേലധികാരികൾക്കും കുടുംബത്തിൽ ഏറ്റവും മുതിർന്നവർ മുതൽ മാതാപിതാക്കൾക്കും ഗുരുഭൂതർക്കും കൊടുക്കേണ്ടതായ വിധേയത്വവും ബഹുമാനവും എനിക്ക് ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കാറുണ്ടോ? നമ്മേക്കാൾ എത്ര പ്രായം ചെന്നവരായാലും പദവികൾ കൊണ്ട് നമ്മേക്കാൾ ഉയർന്നവരായാലും അവരെ അനുസരിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം.
ഒരു കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്പനും മക്കളുമാണ്. ആ അപ്പനും മക്കളും ഒരു മനസ്സോടെ നിന്നാൽ മാത്രമേ ആ കുടുംബം ഐശ്വര്യമുള്ളതായിട്ട് തീരുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. ക്രിസ്തുവിന് പറയാനുള്ളത് പിതാവായ ദൈവത്തെപ്പറ്റി മാത്രമായിരുന്നു. തൻ്റെ പിതാവിനെ പറ്റി സുവിശേഷങ്ങളിൽ അവിടുന്ന് വാചാലനാവുകയാണ്. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? കുറ്റങ്ങളും കുറവുകളുമല്ലേ. ഒരു പക്ഷേ നാം ആഗ്രഹിക്കുന്നവ കിട്ടാതെ വരുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ, അവർ തടസ്സം നിൽക്കുമ്പോഴുമെല്ലാം അവർക്കെതിരെ നമ്മൾ പരാതി പറയാറില്ലേ? ഒരിക്കലും ഒരു മക്കളും നശിച്ചു പോകണമെന്ന് ഒരപ്പനും അമ്മയും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മുടെ തന്നെ നന്മയാണ് അവർ ആഗ്രഹിക്കുക. അതുകൊണ്ട് അവരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാവർക്കും നന്മകൾ ചെയ്തും വചനമനുസരിച്ചും യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ എല്ലാവർക്കും പ്രിയങ്കരരായി ജീവിച്ചും നിത്യജീവൻ അവകാശമാക്കാൻ നമുക്കും സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എപ്പോഴും വചനാനുസൃതമായി ജീവിക്കാനും എല്ലാവരോടും അനുസരണയിലും വിധേയത്വത്തിലും ജീവിച്ച് നിത്യസമ്മാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ആമേൻ.